എൻ്റെ പേര് ഷഹീന. 34 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. 1 വർഷം മുൻപാണ് ഭർത്താവ് അവസാനമായി നാട്ടിൽ വന്നത്. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. എന്നെ കൂടാതെ ഭർത്താവിൻ്റെ ഉമ്മയും അനിയനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ അനിയൻ്റെ പേര് മുബഷിർ. അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവനുമായി എനിക്കുണ്ടായ ഒരനുഭവം ഞാൻ നിങ്ങളോട് പറയാം. 2 മാസങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത്. ഞാൻ വീട്ടിൽ സാധാരണ ചുരിദാറാണ് ഉടുക്കാറ്. ഒരു ദിവസം ഞാൻ അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഷോൾ കഴുത്തിൽ നിന്നും താഴേക്ക് വീണു. ഞാൻ പെട്ടെന്ന് അവനെ നോക്കിയപ്പോൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഷാൾ ശരിയാക്കിയിട്ടു. അതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. അതിനുശേഷം അവൻ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവനെ സ്വന്തം അനിയനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ച് വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുകയായിരുന്നു. എൻ്റെ റൂമിൻ്റെ വാതിൽ കുറ്റിയിടാറില്ല. ഞാൻ കിടക്കുമ്പോൾ സാധാരണ നൈറ്റിയാണ് ഇടാറ്. ഇടതുവശം ചേർന്ന് ഞാൻ ചരിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ ചെറിയ മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് എൻ്റെ കട്ടിലിൽ ആരോ ഇരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി. ഞാൻ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു. പെട്ടെന്ന് എൻ്റെ കൈയിൻ്റെ മുകളിൽ ആരോ കൈവച്ചു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അത് മുബഷിറാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എൻ്റെ കയ്യിൽ പതുക്കെ തലോടുകയാണ്. എന്തു വേണമെന്ന് ഞാൻ ആലോചിച്ചു. ഉമ്മയെ വിളിച്ചുണർത്തണോ അതോ അവനോട് ഇറങ്ങിപ്പോകാൻ പറയണോ? ഞാൻ ആലോചിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു. ഞാൻ ഉണർന്നു കിടക്കുകയാണ് എന്ന് അവന് മനസ്സിലായിട്ടില്ല. അവൻ്റെ ചുടുനിശ്വാസം എൻ്റെ കഴുത്തിലും കവിളിലും ഞാൻ പ്രതികരിച്ചില്ല. മാസങ്ങൾക്ക് ശേഷമാണ് ഒരു പുരുഷന്റെ സാമീപ്യം അനുഭവിക്കുന്നത്. പക്ഷെ അത് ഭർത്താവിൻ്റെ അനിയനാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പേടി തോന്നി. സത്യം പറഞ്ഞാൽ മറ്റെല്ലാം ഞാൻ മറന്നു. ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉണർന്നു കിടക്കുകയാണ് എന്ന് അവന് മനസ്സിലാവാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൻ്റെ കൈ മുകളിലേക്ക് ഇഴഞ്ഞു വന്നു. എൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയിൽ പടർന്നു കയറി. കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. അവൻ പെട്ടെന്നൊന്ന് അന്താളിച്ചെങ്കിലും അവനെ സന്തോഷപ്പെടുത്തി. ഞാൻ കൈകൾ എത്തിച്ച് ലൈറ്റിട്ടു. ഒരു കള്ളച്ചിരിയോടെ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു കള്ളച്ചിരിയോടെ ഞാൻ അവനെ കട്ടിലിലേക്ക് തള്ളിയിട്ടു. അതിശയത്തോടെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവൻ ഞാൻ അറിഞ്ഞു.